ഹലോ, വെൽക്കം ബാക്ക് ടു കുട്ടീസ് വൈബ്. ഈ കാണുന്നതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കി ഞാനും എൻ്റെ ഹസ്ബൻഡും എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, വേറെ എങ്ങോട്ടും അല്ല. ഇന്ന് എൻ്റെ ഓഫീസിലേക്ക് പോകേണ്ട ദിവസമാണ്. പുള്ളിക്കാരൻ എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഈ കാണുന്നത് ഫുള്ള് മൊത്തം മഞ്ഞായിരുന്നു അന്നത്തെ ദിവസം. അന്ന് ഫുൾ മഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മഞ്ഞ് കണ്ടത്. ഈ കാണുന്നതായിരുന്നു അവസ്ഥ. ആക്ച്വലി ഇതൊരു സിഗ്നലാണ്, പക്ഷെ സിഗ്നലിലെ ലൈറ്റ് പോലും കാണുന്നുണ്ടായിട്ടില്ല, അത്രയ്ക്കും മഞ്ഞായിരുന്നു അന്നത്തെ ദിവസം. പുള്ളിക്കാരനിട്ട സ്പെക്സിൽ വരെ മുഴുവനും മഞ്ഞായിരുന്നു. പക്ഷെ രാവിലത്തെ ഈ മഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ പക്ഷികളുടെ സൗണ്ട്. അങ്ങനെ ഞങ്ങൾ സബർ ബസ് സ്റ്റാൻഡ് എത്തി. ആ കാണുന്നതാണ് മൈസൂർ ടു ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് ബസ്. ആ ബസ് ഫുൾ ഫില്ലായതുകൊണ്ട് അടുത്ത ബസ്സിന് ടിക്കറ്റും എടുത്ത് കയറി ഇനി ഇരുന്നു. ആക്ച്വലി ഫുൾ തിരക്കായിരുന്നു. ഇനിയും ആൾക്കാർ ടിക്കറ്റ് എടുത്തും കൊണ്ടുണ്ടായിരുന്നു, പിന്നെ അതേപോലെ ആൾക്കാർ കയറിയും കൊണ്ടും ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ കാണുന്ന ബസ്സിലായിരുന്നു കയറേണ്ടത്, അശ്വമേധ. പക്ഷേ എനിക്ക് കിട്ടിയ ബസ് സാധാ ബസ്സായതുകൊണ്ട് പാവം ഞാൻ സങ്കടത്തിലായിരുന്നു. അങ്ങനെ കുറേ നേരം ആൾക്കാരൊക്കെ ബസ് നിറയാൻ വേണ്ടിയിട്ട് കുറേ നേരം കാത്തു നിന്നു. അങ്ങനെ ഞാൻ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. അത്യാവശ്യം ബസ്സൊക്കെ കാലിയായിരുന്നു, കാരണം കെങ്കേരി എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് മെട്രോ കിട്ടുമല്ലോ. സോ കുറേ പേര് കെങ്കേരി തന്നെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ സാറ്റലൈറ്റിൽ എത്തിയമ്പാട് ബസ് സ്റ്റാൻഡിൽ പോയി ഇച്ചിരി പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് തീർത്ത് നേരെ മെജസ്റ്റിക് ബസ്സും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ഞാൻ ഈ സംഭവം കാണുന്നു. അവിടെ ബസ്സിൻ്റെ ഉള്ളിൽ വാട്ടർ ക്യാനൊക്കെ വെച്ചായിരുന്നു ആൾക്കാർക്ക് കുടിക്കാൻ. ആക്ച്വലി നല്ല ചൂടായതുകൊണ്ട് നല്ല വെയിലുമാണ്, അപ്പോൾ ആൾക്കാർക്ക് ദാഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ ആ സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്തൊരു ബസ്സായിരുന്നു അത്. അങ്ങനെ ഓഫീസ് എത്തി ലോഗിനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തേക്ക് വന്നു. പുള്ളിക്കാരി ദോശയാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് കിട്ടിയത്. ഞാൻ എൻ്റെ മ്യൂസ്ലിയും കഴിച്ച് ഞങ്ങൾ ഓഫീസിൽ പോയി. ഈ കാണുന്നവരൊക്കെ എൻ്റെ പ്രീവിയസ് കമ്പനി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ പുതിയ കമ്പനിയിലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ മിസ്സിങ്സ് ഒന്നും ഇല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എൻട്രൻസ് അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള നെക്സസ് മോളിലോട്ട് വന്നു. ಸೊ ಭಾವನ ನನಗೆ ವೆಬ್ ಸೈಡಿಂದ ಟಾಪ್ ತಕ್ಕೊಡ್ತಾಳೆ. ಭಾವನ ತುಂಬ ವಿಶಾಲ ಮನಸ್ಸಿ, ಏನು ಕೇಳಿದ್ರು ತಕ್ಕೊಡ್ತಾಳೆ. ಯಾರು ನೀನು? ಅಯ್ಯೋ ನನ್ ತುಂಬಾ ಶೂ ಎಲ್ಲಾರು ತುಳಿದ್ಬಿಟ್ಟಿದಾರಪ್ಪ. ಅಕ್ಕನ ಶೋಕಿ ನೋಡಿ ಏನಪ್ಪ ಹೇಳಿ. ಅಕ್ಕ ಡ್ಯಾನ್ಸ್
അങ്ങനെ അവസാനം ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ലിയോൺസ് കഴിച്ചു. തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ ഭാവനയ്ക്ക് കുറച്ച് കാൻഡിഡ് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നേരെ ഓഫീസിലോട്ട് വിട്ടു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും ബസ് പിടിച്ച് കയറി അങ്ങ് മൈസൂരിലോട്ട് വന്നു. ഫുൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾ നിന്നിട്ടായിരുന്നു സാറ്റലൈറ്റിലേക്ക് വന്നു. സാറ്റലൈറ്റിൽ നിന്ന് കെങ്കേരി എത്തുന്നവരെ ഈ ഒരു തിരക്ക് കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൈം പാസ് ചെയ്യാൻ വേണ്ടി പേരയ്ക്കയും പിന്നെ കുക്കുംബർ ഇത് രണ്ടും ഉപ്പും മുളകും ഇട്ടിട്ടുണ്ടായി മിക്സ് ആക്കിയിട്ട് കവറിൽ കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ഇരുന്നു. അങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ കുറേ ബസ് കണ്ടു ഒരേപോലത്തെ. ടൊയോട്ടേൻ്റെ പുതിയ ബസ്സാണ് ഇത്. എവിടുത്തെയാണ് ട്രാവലിംഗ് അതൊന്നും അറിയത്തില്ല, പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 to 15 ബസ്സെങ്കിലും ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോസ് കുറച്ചെടുത്തു. ആർക്കെങ്കിലും ഈ ബസ്സിനെ കുറിച്ച് അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. കാണുന്ന എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്പോട്ടാണ് ബാംഗ്ലൂർ ടു മൈസൂർ റോഡ്. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് പ്ലേസ് നെയിം, ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. ഫൈനലി ഞങ്ങൾ മൈസൂർ ബസ് സ്റ്റാൻഡ് എത്തി. അങ്ങനെ പുള്ളിക്കാരന് എന്നെ കൂട്ടി നമുക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഗ്രിൽ ഹൗസിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഗ്രിൽ ചിക്കനും ഷവർമയും കഴിച്ച് വയറ് നിറച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.